Okay, now you can mark your attendance. All of you, mark your attendance, please. Gayatri, pen and pencil ഒക്കെ എടുത്തോ മോനെ. നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടോ? ഓക്കെ. പാർവണ, റെഡി? മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതിലെ ഫൺ ഇൻ ദ പാർക്ക് നിങ്ങൾക്ക് എടുത്തില്ലായിരുന്നോ? അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ എടുത്തപ്പോ? സോ ആ ചാപ്റ്റർ എടുത്തേ, ആ ചാപ്റ്റർ എടുത്തേ. ഓക്കെ, ഫൺ ഇൻ ദ പാർക്ക് എന്ന ചാപ്റ്റർ എടുത്തേ മക്കളെ. അത് നമ്മൾ ദിവസം വിട്ടുപോയില്ലായിരുന്നോ? ഓക്കെ, ദിസ് വൺ, ക്യാൻ യു സീ ദിസ്? Can you see this? Yeah, good. നമ്മൾ അത് വിട്ടുപോയായിരുന്നു, അതുകൊണ്ടാട്ടോ. ഓക്കെ, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് നോട്ട് സെൻഡ് ചെയ്തിരുന്നു, അതെല്ലാവരും എഴുതിയോ? അനു മിസ് വേറെ ക്ലാസ്സിന് എടുക്കാൻ പോയിട്ടോ, വേറെ ക്ലാസ്, വലിയ ക്ലാസ്സിലെ മക്കൾക്ക് എടുക്കാൻ പോയി. അതുകൊണ്ടാണ് അന്നമ്മ മിസ് ജിക്ക് എടുക്കുന്നത്. മിസ്സിന്റെ പേര് അനു മിസ്സിന്റെ സാമ്യമുള്ള പേര് തന്നെയാണ്, അന്നമ്മ. ഓക്കെ, മാറിപ്പോവോ? മറന്നുപോവോ? അല്ല, ജി കെ മിസ് നോക്കാം. ഗുഡ്. മക്കളെ, ആ പേര് കേട്ടിട്ടുണ്ടോ? ഓക്കെ മക്കളെ, yes, all of you take page number 201. 201. 201. Ready? Are you ready? Yes. Okay. Yes. Okay. Yes. Okay. Okay, good. Look, Gipik and his friends are in an amusement park. Write the number of activities in circle. Choose from the books. കണ്ടോ, നമുക്ക് ഇവിടെ ചിത്രത്തില് കണ്ടോ, ഇവിടെ സർക്കിൾ തന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ, 1 2 3 4 5 6 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? മക്കൾക്ക് പാർക്കിൽ കളിക്കാൻ പോയിട്ട് അറിയുന്നൂടെ? പാർക്കിൽ നമ്മൾ കളിക്കുന്ന സാധനങ്ങൾക്ക് പേരറിയോ? Do you know? Okay, Bhavija, can you say? Unmute ചെയ്ത മോളെ. ഓക്കെ, പാർക്കിലുള്ള നമ്മൾ കാണുന്ന ഏതെങ്കിലും സാധനം പറയാം, പേര് പറയാം. മെറി ഗോ റൗണ്ട്, വെരി ഗുഡ്. സ്മാർട്ട് ആണല്ലോ. ഓക്കെ, മെറി ഗോ റൗണ്ട്, then Bouncing. വെരി ഗുഡ്. ഓക്കെ, സെയിം തിങ് അല്ലേ, ഇവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഇത് കണ്ടോ, ദിസ് വൺ, ഈ ഫസ്റ്റ് വൺ കണ്ടോ? അതിന്റെ പേരാണ് ജിംഗിൾ ജിം. എന്താണ്? ജംഗിൾ ജിം. കേൾക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഗുഡ്. ദെൻ ഇവിടെ ഈ ബോക്സിൽ യു ക്യാൻ ഹിയർ 5. ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടോ, നമ്മുടെ ബിയറും പിന്നെ ഫോക്സും എല്ലാം കൂടെ ഉള്ളത്. അത് നമ്പർ 5. ഓക്കെ, നമ്പർ 5. ഓക്കെ,
Bhavika, sit there. Okay, then sit properly. Then second one എന്താണ്? കണ്ടോ? രണ്ട് കൂട്ടന്മാരും ഇത് കളിക്കുന്നുണ്ടല്ലേ? അല്ലേ? നല്ല മണലൊക്കെ ഉണ്ട്, കൂടാരം പോലുണ്ട്. അതൊക്കെ ഏതാണ്? ദാറ്റ് ഈസ് ബൗൺസിങ് കാസ്റ്റിൽ. എന്താണ്? ബൗൺസി കാസ്റ്റിൽ. ഇത് കണ്ടോ ഈ യെല്ലോയും ബ്ലൂയുടെ ചേർന്നത്? ദാറ്റ് ഈസ് ബൗൺസി കാസ്റ്റിൽ. അത് നമ്പർ 1 കൊടുക്കുക. ഇവിടെ നമ്പർ 1 കൊടുക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇതാ വരുന്നത് കണ്ടോ? ദിസ് ഈസ് സ്ലൈഡ്. കണ്ടോ ഈ സാധനം കണ്ടോ? ഇങ്ങനെ നീണ്ട നല്ല സ്നേഹിക്കിനെ പോലെ കിടക്കുന്നത് കണ്ടോ? ഈ സ്നേഹിക്കിനെ പോലെ കിടക്കുന്ന സാധനം കണ്ടോ? അതാണ് സ്ലൈഡ്. നമ്പർ 2 ദാറ്റ് ഈസ് സ്ലൈഡ്. കണ്ടോ? ദിസ് വൺ. ഓക്കെ. ഗുഡ്. Then next 3 എന്താണ്? നമ്മുടെ 2 എലിക്കുട്ടപ്പന്മാരിരുന്നിട്ട് എന്തിനാ കളിക്കുന്നത്? എന്തുകൊണ്ടാ കളിക്കുന്നത്? അവര് മണ്ണപ്പം ഉണ്ടാക്കി കളിക്കുന്നത് എന്തുകൊണ്ടാ? They are playing sand അല്ലേ? സാൻഡ് അല്ലേ അത്? അല്ലേ? They are using sand to play. To make, what is that? That is a എന്താണ്? ക്ലിയർ അല്ലേ? ഒരു റൗണ്ട് ഷേപ്പ് കാസ്റ്റിലോ എന്തോ ഉണ്ടാക്കുന്നുണ്ടല്ലേ സാൻഡ് കൊണ്ട്? അപ്പൊ ദാറ്റ്സ് നെയിം ഈസ് സാൻഡ് പിറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് സാൻഡ് പിറ്റ്. ദിസ് 3. തേർഡ് വൺ 3. സാൻഡ് പിറ്റ്. വെരി ഗുഡ്. അല്ലാത്ത മക്കൾക്ക് വേണ്ടിയാ പറയുന്നത്. ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൺലൈൻ സ്റ്റുഡൻസ് ക്യാൻ സെൻഡ് യുവർ ഫോട്ടോസ് ത്രൂ വാട്സാപ്പ്. ഓക്കെ. ദെൻ അല്ലാത്തവര് ഓഫ്ലൈനിൽ മിസ് ഇവിടെ കാണിച്ചാൽ മതി. മിസ് നോട്ട് ചെക്ക് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്തോളാം. അല്ലാത്ത ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം വാട്സപ്പിൽ അയക്കുക. ആരോമല് മോൻ നല്ല മോനാ. എല്ലാം വേഗം അയച്ചു തരുന്നുണ്ട് മിസ്സിന് നോട്ടൊക്കെ കേട്ടോ. നല്ല കൂട്ടനാവൻ. ഗുഡ്. മിസ് കണ്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സീസോ. വിച്ച് വൺ ഈസ് സീസോ? കണ്ടോ? നമ്മുടെ ഒരു ചിക്കും ഒരു റാബിറ്റും കൂടി ഇരുന്നിട്ടാണ് കളിക്കുന്നത്. കണ്ടോ? ദിസ് ഈസ് ഫോർത്ത് വൺ. സീസോ. That is seesaw. That is seesaw. Clear? Okay. Then next one is jingle jimmy merry go round. കണ്ടോ? റൗണ്ടിൽ പോകുന്ന സാധനം അല്ലേ? merry go round. This one. merry go round. merry go round. Okay, once again repetition ആണ്. Once again this is 5th one. Online students, be very careful. This is 5th one and this is first. You can write 2 here. Then you can write 4 here. This is 6th one and this is 3rd one. Clear? Any doubt? സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ. പ്ലീസ് ഷോ മി യുവർ തം. അതാണ് പാർവണ ഓക്കെ ആണ് പറഞ്ഞു. ഭവിക ഓക്കെ ആണ്. കാശിനാഥിന് ഓക്കെ ആണ്. പിന്നെ അന്ന ഗ്രേസ് ഓക്കെ ആണ് നമ്മളെ? എനി ഡൗട്ട്? ഇല്ല. അഫ്രീൻ ഓക്കെ ആണ്. ശ്രീഷ്ണ
ഓക്കെ ആണ്. എന്താ ഗായത്രിക്ക് എന്ത് പറ്റി? 1 second. അൺമ്യൂട്ട് ചെയ്ത മോളെ. ഗായത്രിയോടെ പോയി. ആ മോളെ പറ. ഗാത്രി. ഓക്കെ ഗുഡ്. ഗാത്രി പറഞ്ഞോളൂ. മാം എന്റെ അമ്മ ഇപ്പ ഏതാ പിക്ചർ പറഞ്ഞ മോളെ? മാം ഞാൻ സ്കൂളിൽ വന്നിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മാം എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗുഡ് ഗുഡ്. ഇത് ഓൺലൈൻ സ്റ്റുഡൻസിന് കഴിഞ്ഞ ക്ലാസ് ലെസൺ എടുത്തപ്പോൾ ഇത് വിട്ടുപോയതുകൊണ്ടാണ്. അതാണ് മിസ് സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈൻ സ്റ്റുഡൻസിന് ഓഫ്ലൈൻ സ്റ്റുഡൻസിന്റെ എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസിന് മാത്രം മിസ് പറഞ്ഞത് ഈ ഫൺ ഇൻ ദ പാർക്ക് എന്നത് മിസ് വിട്ടുപോയിരുന്നു. അതുകൊണ്ടാണ് മിസ് ബാക്കിയുള്ള യൂണിറ്റൊക്കെ കംപ്ലീറ്റ് ആയതാണ് കേട്ടോ. ഞാനിപ്പോൾ വാട്സപ്പിൽ നോട്ട്സ് തന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിനാണ്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അന്നേരം ക്ലിയർ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗുഡ് ഹാബിറ്റ്സ് എടുത്താണോ ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം പറയാ. വാട്ടർ വൈസും തിങ്ക് ഹാർഡും ഒക്കെ എഴുതിയല്ലേ അല്ലേ? പിന്നെ ഗുഡ് ഹാബിറ്റ്സ് എടുത്തോ? ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം ഒന്ന് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഓൺലൈൻ സ്റ്റുഡൻസ്. ഓക്കെ, ലക്ഷ്മി അഭിലാഷ് ഉണ്ട്. ദെൻ പാർവണ. ഓൺലൈൻ സ്റ്റുഡൻസ് കാശിനാഥ് അല്ല. അന്ന ഗ്രേസ് ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്. ആരോമൽ ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്. ഗുഡ്. ഓക്കെ ഓക്കെ, ലിസൺ കെയർഫുള്ളി. ഗുഡ് ഹാബിറ്റ്സ്. ഓക്കെ, ഗുഡ് ഹാബിറ്റ്സ് ആണ് നെക്സ്റ്റ്. Billy's friends are sharing some good eating habits with her. How many of these habits do you follow? Tell your partner. ഉണ്ടോ? ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ നല്ല മക്കളാണല്ലേ അല്ലേ? ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഓക്കെ, ഭക്ഷണം വലിച്ചു വാരി തിന്നാൻ പാടില്ല. ആവശ്യത്തിലധികം ഇടാൻ പാടില്ല. നമുക്ക് ഭക്ഷണം കാണുമ്പോൾ തോന്നും അല്ലേ? ഈ പടം മിസ്, ഒരു സെക്കൻഡ്, ഈ പടം മിസ് എടുത്തതാണോ? ആരോമലെ ഈ പടം മിസ് എടുത്തോ? ഇല്ല. ഓക്കെ ഗുഡ്. നോക്കാം. ഫസ്റ്റ് വൺ, നെവർ ലീവ് ഫുഡ് ഓൺ യുവർ പ്ലേറ്റ്. കണ്ടോ? നെവർ. നസീം, ഭാവിക, ടേൺ ഓൺ വീഡിയോ. നെവർ ലീവ് ഫുഡ് ഓൺ യുവർ പ്ലേറ്റ്. നമ്മുടെ ഭക്ഷണപാത്രത്തിൽ ഒരിക്കലും ഭക്ഷണം അധികം വരാൻ പാടില്ല, വേസ്റ്റ് ആക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് എത്രത്തോളമാണോ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അത്രത്തോളം മാത്രം എടുക്കുക. ഇനി ആദ്യം എടുത്തത് പോരായെങ്കിൽ വി ക്യാൻ ടേക്ക് മോർ. ഓക്കെ, സെക്കൻഡ് ടൈമിൽ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റും. അല്ലാണ്ട് കാണുന്ന ഉടനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനം കാണുമ്പോൾ എനിക്ക് മുഴുവൻ വേണം, എനിക്ക് മുഴുവൻ തിന്നാൻ പറ്റും എന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് മോശം മക്കളെ പോലെ ആദ്യമേ എല്ലാം കോരി പ്ലേറ്റിലിടരുത്. ഓക്കെ, കുറച്ച് മാത്രം എടുക്കുക. അതിനുശേഷം വിശപ്പ് പോയില്ല എങ്കിൽ പിന്നീട് എടുക്കാം. അപ്പൊ നല്ല മക്കളല്ലേ? നമ്മുടെ വിശപ്പും പോകും, ഭക്ഷണം വേസ്റ്റ് ആവുകയും ചെയ്യില്ല അല്ലേ? സോ നെവർ ലീവ് ഫുഡ് ഓൺ യുവർ പ്ലേറ്റ്. ദെൻ wash your hands before and after eating. കണ്ടോ? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. നമ്മുടെ എലിഫന്റ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്? നമ്മളുടെ കൈയെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ച ശേഷവും വാഷ് ചെയ്യണം. വൈ? ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ജേംസും ഡേർട്ടും ഒക്കെ ഉണ്ടാവും അല്ലെ? നമ്മൾ പുസ്തകത്തെ പിടിച്ചതാ, നമ്മൾ നമ്മുടെ വസ്ത്രത്തെ പിടിച്ച, വീട്ടിലുള്ള സാധനം അല്ലെ, ബസ്സിൽ പോയ ഒക്കെ നമ്മൾ കൈ ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ഈ സാധനങ്ങളൊക്കെ ഒരുപാട് അണുക്കള്, ഡേർട്ട് ഉണ്ടെങ്കിൽ ചെളി പറ്റി നമുക്ക് കാണാനേലും പറ്റും. പക്ഷെ ഈ ജേംസ് പറ്റി പിടിച്ചിരുന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണിന് അത്രേ പറ്റുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനേക്കാൾ വളരെ ചെറുതായ, അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രം, അത് വലിയ ശക്തി കൂടിയ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ പറ്റുന്ന മാത്രം ചെറിയ അണുക്കളുണ്ട്. ഇതൊക്കെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു സൂ ആണല്ലേ? പലതരത്തിലുള്ള അണുക്കൾ ഉണ്ടാവും നമ്മുടെ കയ്യില്. സോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും കയ്യ് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ വൃത്തികെട്ട അണുക്കളെല്ലാം കൂടെ നമ്മുടെ വയറ്റിൽ പോവും. എന്നിട്ട് പിന്നെ വയറുവേദനയായി, ഛർദിയായി, പനിയായി, വേണ്ടാത്ത എല്ലാ രോഗങ്ങളും വരും.
അല്ലേ? നമ്മൾ അറിയുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൈ നല്ല വെളുത്തു തുടുത്ത് നല്ല സുന്ദരക്കുട്ടപ്പനായിരിക്കുന്ന കൈയാണല്ലേ, പക്ഷെ അതിനുള്ളിലുണ്ടല്ലോ ഒരുപാട് ജേംസ് ഉണ്ടാവും. നമ്മൾ മൈക്രോസ്കോപ്പ് എങ്ങാനും വെച്ചിട്ട് നമ്മുടെ കൈ ഒന്ന് കാണിച്ചെന്നാ നമ്മൾ ഞെട്ടിപ്പോവും. എന്റെ ദൈവമേ, ഞാൻ ഇത് വെച്ചോണ്ടാണോ ആ വായിലിട്ടത്? ആ കൈ ഉപയോഗിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചത് അല്ലേ? പിന്നെ നമുക്ക് കൃമി വരും, അങ്ങനെ ഒരുപാട് പ്രശ്നം വരുന്നില്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന. അപ്പോൾ എന്തായാലും കമ്പൽസറി ഇനി മക്കൾ അങ്ങനെ ചെയ്യാവുള്ളേ, ഒരിക്കലും മറന്നു പോവല്ലേ? മറന്നു പോവോ? ഇനി ആരെങ്കിലും മറന്നു പോവോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാൻ? ഇല്ല അല്ലേ? ആഫ്രിനെ, വളയൊക്കെ നമുക്ക് പിന്നിടാം കേട്ടോ. ഓക്കെ. സോ അതിനുശേഷം ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ കൈ കഴുകണം. കാരണം ഭക്ഷണത്തിന്റെ അവശിഷ്ടം നമ്മുടെ കയ്യില് ശരിക്ക് വാഷ് ചെയ്തില്ല എങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ ഇരട്ടി എന്ത് പറ്റും? ഇരട്ടി അണുക്കൾ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കും. പിന്നെ നമ്മൾ പോയിട്ട് ഒരു നെല്ലിക്ക എടുത്ത് തിന്നും, ചിലപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് തിന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് തിന്നും. അപ്പോഴൊക്കെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വൃത്തിയായിട്ട് വാഷ് ചെയ്തില്ല എങ്കിൽ അണുക്കൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ആ ജീവികളെയാ പിടിച്ച് തിന്നുന്നേ. ടേസ്റ്റി ചോക്ലേറ്റിന്റെ കൂടെ നമ്മുടെ വയറ്റിൽ പോകുന്ന ആരാണ്? ആ വൃത്തികെട്ട രോഗം പരത്തുന്ന ജേംസ് ആയിരിക്കും കേട്ടോ. സോ ഡോണ്ട് ഫോർഗെറ്റ്, എന്താണ്? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യാതെ കണ്ടാൽ മക്കൾ പറഞ്ഞു കൊടുക്കണം. എന്താണ്? ഞങ്ങളോട് മിസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ച ശേഷവും കൈ നന്നായി കഴുകണം, ഇല്ലെങ്കിൽ ജേംസും ഡസ്റ്റും അങ്ങനെ വൃത്തികെട്ട കുറേ സാധനങ്ങൾ നമ്മുടെ ചോക്ലേറ്റിന്റെ കൂടെയും നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ കൂടെയൊക്കെ ഉള്ളിൽ പോവും. അവരവിടെ കണ്ട് നമുക്ക് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും കേട്ടല്ലോ. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. നെക്സ്റ്റ്, ഫിനിഷ് ദ ഫുഡ് ഇൻ യുവർ മൗത്ത് ബിഫോർ സ്പീക്കിംഗ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വായിൽ ഇട്ടിരിക്കുന്ന ഭക്ഷണം മുഴുവൻ ഇറക്കണം. ഓക്കെ, വായിൽ ഭക്ഷണം ഇട്ടുകൊണ്ട് ഭക്ഷണം സംസാരിക്കാൻ പാടില്ല. മക്കളെ, നമുക്ക് ആരുടെയും വേസ്റ്റ് തിന്നാൻ ഇഷ്ടമുണ്ടോ? ആരെങ്കിലും തിന്ന് വൃത്തികേടാക്കിയ ബാക്കി തിന്നാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? നമുക്ക് ഛർദ്ദിക്കാൻ വരും അല്ലേ? ആരെങ്കിലും തിന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് വെച്ചിട്ട് പോയ സസ്ത നമ്മളെടുത്ത് കഴിക്കുവോ? എങ്ങനെ ഉണ്ടാവും അതിന്റെ അവസ്ഥ അല്ലേ? ഇതേ കണ്ടീഷനാ മക്കളെ. നമ്മള് ഭക്ഷണം വായിലിട്ടുകൊണ്ട് സംസാരിച്ചാല് നമ്മളുടെ വായിൽ നിന്നും ഭക്ഷണത്തിന്റെ വേസ്റ്റ് അടുത്തുള്ള പാത്രങ്ങളിലൊക്കെ വീഴും. അതുകൂടാതെ അവരാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ പാത്രത്തിലും വീഴും. അപ്പൊ ആക്ച്വലി നമ്മൾ എന്തായിരിക്കും അത് കഴിക്കുക? നമ്മൾ എന്താണ് കഴിക്കുക? ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആണ് കഴിക്കുന്നത് അല്ലേ? മറ്റുള്ളവരുടെ വായിൽ നിന്നും വീണ സാധനം അല്ലേ നമ്മൾ കഴിക്കുന്നേ? അല്ലേ? ആണല്ലോ. അപ്പൊ അത് നല്ലതാണോ? അല്ല അല്ലേ? സോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭക്ഷണം വായിൽ നിന്നും ഇറക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം സംസാരിക്കാൻ പാടുള്ളൂ. അടുത്തത്, നെവർ റീച്ച് അക്രോസ് ദ ടേബിൾ ഫോർ ഫുഡ്. ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ആവശ്യമുള്ള സാധനം ഡൈനിങ് ടേബിളിന്റെ അങ്ങേ സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് കമന്ന് കടന്നു പോയിട്ട് ഭക്ഷണം എടുക്കരുത്. അങ്ങനെയൊക്കെ എന്ത് പറ്റും? നമ്മുടെ വസ്ത്രത്തിൽ മറ്റുള്ള ഭക്ഷണം പറ്റും, നമ്മൾ തട്ടിമറിച്ച് കളയും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനും ആകെ ബുദ്ധിമുട്ടാവും. നമ്മളപ്പോ അതിനടുത്തിരിക്കുന്ന ആളോട് പറയും, അതൊന്ന് എടുത്തു തരാമോ പ്ലീസ്, അല്ലേ? റിക്വസ്റ്റ്, പ്ലീസ് ഗിവ് മീ ദാറ്റ് ഡിഷ് എന്ന് പറയണം. ഓക്കെ, റിക്വസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളിങ്ങനെ എത്തി വലിഞ്ഞു പോയിട്ട് ആ ഭക്ഷണം എടുക്കാൻ പാടില്ല. അവരോടൊന്ന് എടുത്തു തരാമോ എന്ന് മര്യാദയോടുകൂടി ചോദിക്കണം, റിക്വസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ്, സേ താങ്ക് യു ടു ദ പേഴ്സൺ ഹൂ സെർവ്സ് യു ഫുഡ്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആളോട് നമ്മൾ നന്ദി പറയണം. എപ്പോഴും നന്ദി പറയുക, താങ്ക് യു പറയുക ഒരു ശീലമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റണം. ദാറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. ഓക്കെ, എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, അതാരും ആയിക്കോട്ടെ, പ്രായമുള്ളവരോ നമ്മളെക്കാൾ ചെറുതോ നമുക്ക് പരിചയമില്ലാത്തവരോ ആരും ആയിക്കോട്ടെ, നമ്മൾ താങ്ക് യു പറയണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളാണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ചെറിയ കാര്യമാണ് നമുക്ക് വേറൊരാൾ ചെയ്തു തന്നാലും നമ്മൾ താങ്ക് യു പറയണം. ചൂ യുവർ ഫുഡ് വെൽ. കണ്ടോ, നമ്മളുടെ വായിലെ ഭക്ഷണം നന്നായി ചവച്ചരക്കണം. അതിനാണ് നമുക്ക് ഇത്രയും പല്ലുകൾ തന്നേക്കുന്നത് കേട്ടോ. ഗാത്രി, ലിസൺ ഹിയർ. ഗാത്രി, ഓക്കെ, നമ്മൾക്ക് എന്തിനാ അപ്പൊ ഇത്രയും വായിൽ ഇത്രയും പല്ലുകളൊക്കെ തന്നേക്കുന്നേ?
എന്തിനാണ്? ഭക്ഷണം നന്നായി ചൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂസ് യുവർ ടീത്ത് ടു യു ക്രഷ് ഓർ ചൂ യുവർ ഫുഡ് പ്രോപ്പർലി. ഓക്കെ, നന്നായി ചവച്ചരച്ച് കഴിക്കാനാണ് നമ്മൾക്ക് നല്ല പല്ലുകൾ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഉപയോഗിക്കണം. നെക്സ്റ്റ്, ഈറ്റ് വിത്ത് യുവർ മൗത്ത് ക്ലോസ്ഡ്. കണ്ടോ, വാ തുറന്നു വെച്ച് ചവയ്ക്കാൻ പാടില്ല, അത് വെറും ബോറാ. വായ അടച്ചു വെച്ച് വേണം. വാ പൂട്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ചവയ്ക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ അവിടെ പോയി ഇവിടെ പോയി ആകെ കൂടെ വൃത്തികേടാവും. നമുക്കറിയില്ല അതിന്റെ വൃത്തികേട് എത്രയാണെന്നുള്ളത്. സോ നമ്മള് വായ അടച്ചു വെച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനേ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി ഒരു ചാപ്റ്റർ കൊണ്ട് നമുക്ക് എടുക്കാം, അതിനുശേഷം നിർത്താം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ പീരീഡും ക്ലാസ്സിൽ ഇരിക്കുമല്ലായിരുന്നോ? വാട്ട് വുഡ് യു ഡു? എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? ടിക്ക് ദ കറക്റ്റ്. ശരിയായതിന് കറക്റ്റ് ചെയ്യണം. ലെറ്റ് മീ ഹെൽപ്പ് യു ഗ്രാൻഡ് പാ. കണ്ടോ, ഒരു അങ്കിള്, ഒരു ഗ്രാൻഡ് പാ, മുത്തശ്ശൻ സാധനങ്ങൾ വാങ്ങി പോവുകയാണ്. അന്നേരം അതിന് വെയിറ്റ് ഉണ്ട്. അപ്പം കുഞ്ഞു മോള് ചോദിക്കുക, ലെറ്റ് മീ ഹെൽപ്പ് യു ഗ്രാൻഡ് പാ, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന്. നല്ല മോളാ അല്ലേ? അതാണോ? കണ്ടോ, ദിസ് ഐസ്ക്രീം ഈസ് യമ്മി. ആ ഗ്രാൻഡ് പാ സാധനം എടുത്ത് വളരെ വിഷമിച്ചു പോവുക. ആ ഗ്രാൻഡ് പായുടെ മുഖത്തോട്ട് നോക്കിക്കേ, ഗ്ലൂമി ആണല്ലേ? ഹീസ് വെരി സാഡ്. പക്ഷെ ഫസ്റ്റിലെ നോക്കിക്കേ, ഹീസ് വെരി ഗ്ലാഡ്, ഹാപ്പി അല്ലേ? നല്ല സന്തോഷമുണ്ട് ആ ഗ്രാൻഡ് പായുടെ മുഖത്ത്. പക്ഷെ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, ഹീസ് വെരി സാഡ്. ആ വെയിറ്റ് എടുത്ത് മടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പം ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്? ഐസ്ക്രീം ലിക്ക് ചെയ്തുകൊണ്ട് നടക്കുക ചെയ്യുന്നത്. ഒരാൾ എൻജോയ് ചെയ്യുന്നു, ഒരാൾ കഷ്ടപ്പെടുന്നു. അങ്ങനെ പാടുണ്ടോ? നല്ലതാണോ? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ആണോ ചെയ്യുക, സെക്കൻഡ് ആണോ ചെയ്യുക? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ചെയ്യുക? ഫസ്റ്റ് ആണ് ചെയ്യുന്നെങ്കിൽ അതിന് ടിക്ക് കൊടുക്കുക. ഫസ്റ്റ് ആണ് ചെയ്യുന്നെങ്കിൽ അതിന് ടിക്ക് കൊടുക്കുക. ഓക്കെ. Then second, I want to play. Kitty can wait. കണ്ടോ, ഇനി ഒരു ബോയും ഒരു ക്യാറ്റും കൊണ്ട് വെള്ളത്തിലാണ്. ബോയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുക. അപ്പൊ അവൻ എന്താ വിചാരിക്കുന്നത്? I want to play. Kitty can wait. എനിക്ക് ഇപ്പൊ പോയി കളിക്കണം. കിറ്റിക്ക് വിശന്ന് ഇരുന്നോട്ടെ അല്ലേ? ഞാൻ കളിച്ചേച്ച് വന്നിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് ഫസ്റ്റ് കുട്ടി പറയുന്നു. സെക്കൻഡ് കുട്ടി എന്താ പറയുന്നേ? യു മസ്റ്റ് ബി ഹംഗ്രി, ലെറ്റ് മീ ഗീവ് യു സം മിൽക്ക് ഫസ്റ്റ്, ഐ വിൽ പ്ലേ ലേറ്റർ. അയ്യോ, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? സോ നിനക്ക് ആദ്യം ഞാൻ പാല് തരാം, നിന്റെ വിശപ്പ് മാറ്റാം, എന്നിട്ട് ഞാൻ പോയി കളിച്ചോളാം. അപ്പോൾ ഏത് കുട്ടിയാവാനാ മക്കൾക്ക് ഇഷ്ടം? വിശന്നിരിക്കുന്ന ആളിനെ സഹായിക്കാതെ പോയിട്ട് സ്വന്തം ഇഷ്ടം നോക്കി കളിക്കാനാണോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത ശേഷം പോയി കളിക്കാനാണോ? നമ്പർ 2 ആണല്ലേ? സോ യു ക്യാൻ ഗീവ് ടിക്ക് മാർക്ക് ദർ. നമ്പർ 2 ബിയില് ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ. Then third one നോക്കിയേ, this is my lunch. 2 കുട്ടികൾ ഇന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷെ ചിത്രം കെയർഫുള്ളി ഒന്ന് വാച്ച് ചെയ്തേ. ഒരു കുട്ടി മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ അല്ലേ? മറ്റേ ആള് വിശന്നിരിക്കുക അല്ലേ? അപ്പൊ അത് നല്ലതാണോ? പക്ഷെ സെക്കൻഡ് കുട്ടി എന്താ ചെയ്യുന്നത്? സെക്കൻഡ് പിക്ചറിൽ എന്താ ചെയ്യുന്നത്? യു ക്യാൻ ഷെയർ മൈ ലഞ്ച്, താങ്ക് യു. കണ്ടോ, ആ കുട്ടി ഭക്ഷണം എടുക്കാൻ മറന്നു പോയതായിരിക്കും. ചിലപ്പോ വേഗം വന്നപ്പം അമ്മ ലഞ്ച് ബോക്സ് ബാഗിൽ വെച്ചു കൊടുക്കാൻ മറന്നു പോയതായിരിക്കും. പാവം കുഞ്ഞ് ലഞ്ച് ടൈമിൽ നോക്കുമ്പോ ബാഗിനകത്ത് ലഞ്ച് ബോക്സ് ഇല്ല. എന്താ ചെയ്യാൻ പറ്റുവാ അല്ലേ നസീം? വീഡിയോ എന്താ ചെയ്യാൻ പറ്റുവാ? നമുക്ക് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അവരെ സഹായിക്കാം അല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് 1 ആണോ സെക്കൻഡ് 1 ആണോ ടിക്ക് ചെയ്യേണ്ടത്? സെക്കൻഡ് 1 അല്ലേ? ഗുഡ്. ടിക്ക് ചെയ്തിട്ട് ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം മിസ്സിന് വാട്സപ്പ് അയക്കുക. അല്ലാത്തവരെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ വെച്ച് മിസ് പറഞ്ഞു തരാം. കേട്ടല്ലോ? റെഡിയാണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് ഉള്ളവർ കൈ ഉയർത്തിക്കേ. എനി ഡൗട്ട്? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? മിസ്സിനോട് പറ. ആർക്കും ഇല്ല. പാർവണ കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ.
അൺമ്യൂട്ട് ചെയ്ത മോളെ പാർവണ. എവിടെ പോയി? ഓ, ഇല്ല, ഡൗട്ട് ഇല്ല. ഓക്കെ, ഗുഡ്. വൈഷ്ണവ് മോനെ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രം വാട്സപ്പിലൂടെ മിസ്സിന് അയച്ചു തരാം. ബാക്കിയുള്ള കുട്ടികളെ മിസ് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിക്കോളാം കേട്ടോ. ദെൻ ടാറ്റ, ബൈ ബൈ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നല്ല മക്കളാണേ. ഓക്കെ, ബൈ.